ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കിച്ചൺ ക്ലീനിങ് ആണ്. കിച്ചൺ ക്ലീനിങ്ങും പിന്നെ കിച്ചണിൽ തന്നെയുള്ള നമ്മൾ പൊടികളൊക്കെ വെക്കുന്ന തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചു. രാവിലെ എഴുന്നേറ്റെന്ന് വെച്ചാൽ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു പണി കിട്ടി കേട്ടോ. കറണ്ട് പോയി. ഞാൻ ദോശക്കാണെങ്കിൽ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് അരക്കാൻ തുടങ്ങിയതും കറണ്ട് പോയി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 9 മണിക്കാണ് കറണ്ട് വന്നത്. അതുകൊണ്ട് ഇന്ന് പിന്നെ ആർക്കും ക്ലാസ് ഒന്നുമില്ല. അപ്പം നമ്മൾ ചായയൊക്കെ വെച്ച് റസ്കും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മൾ പിന്നെ ഇങ്ങനെ കുറേ നേരം വെറുതെ ഇരുന്നു കേട്ടോ. മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ 9 മണിയാകുമ്പോൾ കറണ്ട് വന്നു. അങ്ങനെ 9 മണിയാകുമ്പോൾ നമ്മൾ ഇതൊക്കെ അരച്ച് ദോശയൊക്കെ ചുട്ടു, ചമ്മന്തിയൊക്കെ ആക്കി ദോശയൊക്കെ കഴിച്ചിട്ട് അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട്, എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കൊണ്ട് ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് പോയതുകൊണ്ട് അന്നേരം ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ. എല്ലാവരും കഴിച്ച പാത്രം ഒക്കെ വാരി അവിടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. അക്രൂട്ടൊക്കെ പൊട്ടിച്ച് തിന്നേണ്ടതാണ് ആ വേസ്റ്റ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കോരി വേസ്റ്റിലിട്ടു. ആ തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഗ്യാസിൻ്റെ സ്റ്റൗ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് പാത്രം കഴുകാൻ തുടങ്ങാം. പാത്രം കഴുകാൻ നോക്കുമ്പോൾക്ക് സോപ്പ് തീർന്നു പോയി കേട്ടോ. അത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്നൊരു പുതിയ സോപ്പ് എടുത്തുകൊണ്ട് വന്നു. എക്സോൻ്റെ ഒരു സോപ്പാണ്. അത് കുത്തിപ്പൊട്ടിക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. കുറേ നേരം കത്തി കൊണ്ടൊക്കെ കുത്തിപ്പൊട്ടിച്ചു കേട്ടോ. എന്നിട്ടും കിട്ടുന്നില്ല. പിന്നെ ഞാൻ വെറുതെ ഒന്ന് വായി വെച്ച് പല്ലുകൊണ്ട് കടിച്ചതാണ്. അത് പെട്ടെന്ന് ഇളകി വന്നു. ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടതെന്ന് ഞാൻ തന്നെ വിചാരിച്ചു പോയി കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ എല്ലാ പാത്രവും ഒന്ന് തേച്ച് വെക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പാത്രം കഴുകുന്ന കണ്ട് മടുത്തിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡൊക്കെ ആക്കിയിട്ടുണ്ട് പാത്രം കഴുകുന്നത്. നിങ്ങൾ ബോറടിച്ച് പോവണ്ടാന്ന്. ഇനിയുണ്ട് കേട്ടോ വീഡിയോ ബാക്കിൽ ഇത് കഴിഞ്ഞിട്ട് വരാൻ. അതുകൊണ്ട് നിങ്ങൾ ആരും ഓടിപ്പോവണ്ട. ഞാൻ പെട്ടെന്ന് പാത്രം കഴുകി തീർത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് നടക്കുക, അടുത്ത പരിപാടി ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണേ കേട്ടോ. അപ്പം നമ്മളിതാ പാത്രമൊക്കെ കഴുകി എല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് എല്ലാം അതിൻ്റെ സ്ഥലത്തേക്കൊന്ന് കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് പൊടിയുടെ തട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പൊടി വെക്കുന്ന തട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് വെച്ചില്ലെങ്കിൽ അത് എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കും. കാരണം നമ്മൾ ഓരോരോ സാധനം എടുത്തിട്ട് അതേ സ്ഥലത്ത് വെക്കാതെ അവിടെ ഇവിടെയൊക്കെ കുത്തി വെക്കും. അപ്പോൾ മൊത്തമായിട്ട് അലങ്കോലമായിട്ട് കിടക്കും. അതുകൊണ്ട് ഒരു 3 ദിവസത്തിനിടയിലെങ്കിലും അതൊന്ന് ഒതുക്കി വെച്ചാൽ അതൊന്ന് കാണാൻ ഭംഗിയുണ്ടാവും. ഇല്ലെങ്കിൽ മൊത്തം കുളമായിട്ട് കിടക്കും. എനിക്കാണെങ്കിൽ ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് എന്തോ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു തൊണ്ടയ്ക്ക് കുത്തുന്ന പോലെയൊക്കെ തോന്നുന്നു. കാരണം എല്ലാവർക്കും കോൾഡാണ്. അപ്പോൾ എനിക്കും ചെറുതായിട്ട് പകർന്നു എന്ന് തോന്നുന്നു. ചെറുതായിട്ട് മൂക്കടപ്പും ചെറുതായിട്ട് തൊണ്ടവേദനയും ഒക്കെ എനിക്കും ഉണ്ട്. ഞാൻ പിന്നെ ഹോസ്പിറ്റലൊന്നും പോയില്ല. ഞാനൊരു ഗുളികയൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാ പാത്രവും കഴുകിയിട്ടായിട്ടോ. ഇനി അതിൻ്റെ സ്ഥാനത്ത് അതിനെ കയറ്റി വെക്കുകയാണ്. എന്നാലേ നമുക്കൊന്ന് ആ തട്ടൊക്കെ നല്ല വൃത്തിയിൽ കിടക്കത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ അതെല്ലാം ഒന്ന് കഴുകിയ ശേഷം എല്ലാം അതിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബേസൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മളെ കൈക്കോൽ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കണം. ഞങ്ങൾ ഈ തുണീനെ, നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന തുണീനെ പറയുന്ന പേരാണ് കൈക്കോൽ തുണി. നിങ്ങൾ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത്, കൈക്കോൽ തുണി എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ബേസൊക്കെ നല്ല വൃത്തിക്ക് കഴുകി പിന്നെ കൈക്കോൽ തുണി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് അവിടെ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അതിന് ഉണങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. അത് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഞാൻ തുടച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും ഏകദേശം ഒരു ചണ്ടായിരിക്കും. പിന്നെ ഞാൻ ചണ്ടാവാതെ ഒരു തുണി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതെടുത്ത് ഉപയോഗിക്കും. ഇനി നമ്മൾക്ക് പാത്രമൊക്കെ കുറച്ച് അടിയിലൊരു തട്ടുണ്ട്. അതിനകത്തോട്ട് വലിയ പാത്രമൊക്കെ അവിടെയാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പം ഞാൻ അതൊക്കെ അവിടെ കയറ്റി വെച്ച് നമ്മുടെ കിച്ചൺ തട്ടൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇതെല്ലാം പാത്രവും കഴുകി എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മസാലകൾ വെക്കുന്ന തട്ടൊന്ന് വൃത്തിയാക്കാം. അപ്പം നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഒക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കാനുണ്ട്. മൊത്തം അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എല്ലാം കൂടി എടുത്ത് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഒക്കെ. ഇതൊക്കെ നമ്മളെ വേസ്റ്റ് ഇടുന്ന കവറാണ്. അതൊക്കെ ഒന്നാകെ വലിച്ച് പെട്ടെന്ന് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടി കവർ വലിക്കുമ്പോൾ അതൊന്നാകെ ഇളകി വന്നിട്ട് മൊത്തം ചുറ്റിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒതുക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ തട്ടാണ്. രണ്ടാമത്തെ തട്ടിലാണെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം എന്ന്. അതിലെന്താ ഉള്ളതെന്നാണ് നോക്കിയത്. അതിനകത്ത് ഉഴുന്നായിരുന്നു. അപ്പോൾ ഇതൊരു മിക്സറാണ്. മിക്സറിൻ്റെ ഒരു കവറാണ്. പക്ഷെ മിക്സർ
മിക്സ്ചറൊക്കെ തീർന്നു, കവർ മാത്രം വെറുതെ ആ ബോട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പം നമുക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഞാൻ കവറിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ആ ബോട്ടിൽ അങ്ങ് കുത്തിക്കയറ്റി വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ എല്ലാം കൂടി ഒരു ബോട്ടിൽ അങ്ങ് ഇരിക്കുമല്ലോ, അതൊക്കെ അതിനകത്തോട്ട് വെച്ചു. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഒതുക്കി വെക്കാം. ഇത് എത്ര ഒതുക്കി വെച്ചാലും 2-3 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ മിക്സായി കിടക്കുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊട്ടത്തരമൊക്കെ പറയും കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പം നമുക്ക് ഇനി ഇതാ കുറച്ച് പൊടികളൊക്കെ പൊട്ടിച്ചിടാനുണ്ട്. ഇതൊന്ന് മല്ലിപ്പൊടിയാണ്, പിന്നെ 2 പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഉണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി തന്നെ മതിയായിരുന്നു, 2 പാക്കറ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പൊട്ടിച്ചിടാം, കാരണം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അതിനകത്ത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അതിനകത്തോട്ട് ഫുള്ളാക്കിയിട്ട് വെക്കാം. എന്നാൽ പിന്നെ നമുക്ക് നല്ലതല്ലേ, പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കണ സമയത്ത് പെട്ടെന്ന് നമ്മൾ പൊട്ടിച്ചിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഇടാമെന്ന്. ആദ്യം മല്ലിപ്പൊടി പൊട്ടിച്ചിട്ടു, ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പൊട്ടിച്ചിരുന്ന പൊടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇത് 2 ഉള്ളൂ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുരുമുളക് പൊടി തീർന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിടണം അതിനകത്തോട്ട്. അത് എനിക്ക് മറന്നുപോയിട്ടോ, എപ്പോഴും ഒരു ദിവസം ചെയ്യണം. ഇന്നിപ്പോൾ സമയമില്ല, ഇന്നിപ്പോൾ എല്ലാ പണിയും കിടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ പപ്പടം പോലത്തെ ഒരു സാധനമാണ്, എണ്ണയിലിട്ട് പൊരിക്കേണ്ടത്. ഇത് നമ്മുടെ ചെമ്മീനാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇനി ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെമ്മീനൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താണ് കൂട്ടണത്, മീനില്ലാത്തത് കൊണ്ട്. അപ്പം ഇതെല്ലാം പറക്കി വെച്ച് ഒരുവിധം 2ാമത്തെ തട്ടും ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകുന്നത് 3ാമത്തെ തട്ടിലേക്കാണ്. അപ്പം ഞാൻ ആട്ടപ്പൊടി പൊട്ടിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ ഇന്നലെ ചേട്ടൻ ഒരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ബാക്കി അതിനകത്തോട്ട് ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അവിടെ സേഫായിട്ട് ഇരിക്കുമല്ലോ. പിന്നെ വലിയ ബോട്ടിലും ഉണ്ട്. അപ്പം ഞാൻ മറ്റേ ആട്ടപ്പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചില്ല, ഇത് തീർന്നിട്ട് നമുക്കത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പം എൻ്റെ ഇടയിൽ ഇനി മിക്സിയും താഴെയൊക്കെ മിക്സി അതിൻ്റെ ജാറൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ കുറേ ദിവസമായിട്ട് കടലമാവ് കൊണ്ടുവന്നിട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനത് കവറിൽ തന്നെ, അതിൻ്റെ കടലപ്പൊടിയാണത്, അത് ഞാൻ കവറിൽ തന്നെ അവിടെ വെച്ചു. അപ്പം നമ്മുടെ തട്ടൊക്കെ നല്ല ക്ലീനായിട്ട് ഞാൻ സെറ്റാക്കി വെച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ തട്ടൊന്ന് ഒതുക്കി വെച്ചത്? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ കിച്ചണിലെ തട്ടൊതുക്കലും പാത്രം കഴുകലും തട്ട് വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് വേസ്റ്റൊക്കെ ഞാൻ കവറൊക്കെ താഴെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ട് വേസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്യാം. അതും കൂടിയായ നമ്മുടെ കിച്ചൺ സെറ്റാവും. പിന്നെ ബാക്കിയൊക്കെ പുറത്ത് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കിച്ചൺ ക്ലീനിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതിനുള്ള ടൈമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തോർത്തുന്ന കോലോണ്ടൊന്നും അല്ല ഞാൻ തോർത്തിയത്, ഒരു തുണിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതങ്ങ് തുടച്ചു കൊടുത്തു. ഇവിടെ ആറാനൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ തോർത്തുന്ന കോലാകുമ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ കിച്ചണിൽ വെള്ളം ഇങ്ങനെ കിടക്കും. പിന്നെ ഞാൻ എപ്പോഴും ചെരുപ്പിട്ടിട്ട് തന്നെയാണ് കേട്ടോ, ചെരുപ്പും സോക്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കണത്. തണുപ്പൊന്നും ഒന്നാമത് എൻ്റെ കാല് പെട്ടെന്ന് പൊട്ടുന്നൊരു കാലാണ്, പെട്ടെന്ന് ഇങ്ങനെ വിണ്ട് കീറില്ലേ, എന്താ പറയുക. ഞാൻ വാസിലൊക്കെ തടിയിട്ട് സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് എപ്പോഴും നടക്കാറുള്ളത്. അതുകൊണ്ട് കാക്ക് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ കാല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുമായിരുന്നു. ഇവിടെ ഭയങ്കര തണുപ്പാണെങ്കിലും നല്ല സേഫ്റ്റിയിൽ നടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാലൊന്നും പൊട്ടുന്നൊന്നുമില്ല ഇപ്പോൾ. അങ്ങനെ നമ്മുടെ കിച്ചൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ബൈ.